ഇന്നത്തെ വീഡിയോ ഏറെ ദിവസമായി ഒരുപാട് പേർ ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ. കൂടാതെ ഇത് വളരെ 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 ക്രൂരമായ ഒരു കേസാണ്. ഈ ഒരു കേസിലൂടെ നമ്മൾ പറയാൻ പോകുന്ന പെൺകുട്ടി വളരെ ക്രൂരമായ രീതിയിൽ ആർക്കും ചിന്തിച്ചു പോലും നോക്കാൻ കഴിയാത്ത രീതിയിലാണ് മരിച്ചത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ ഞാനൊരു മുന്നറിയിപ്പ് നൽകാം. ഈ വീഡിയോ വളരെ ഡിസ്റ്റർബിംഗ് ആയിരിക്കും. അതിനാൽ മനക്കട്ടി ഇല്ലാത്തവരാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഈ കേസിനെ സംബന്ധിക്കുന്ന ഒരു റിയൽ ഫുട്ടേജ് പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മുടെ വാട്സപ്പ് ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, കാണണോ വേണ്ടയോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ചതിന് ശേഷം മാത്രം, ആവശ്യമാണെങ്കിൽ മാത്രം ആ വീഡിയോ കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. 2018 ഒക്ടോബർ മാസം 29 അന്ന് രാത്രി ഗ്വാട്ടിമാലയിലെ ഒരു ചെറിയ ഗ്രാമത്തിനുള്ളിൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് ജോലിയെല്ലാം അവസാനിച്ച് ഉറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു പെൺകുട്ടി നിലവിളിച്ച് കരയുന്നത് പോലുള്ള ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം ചുറ്റുമുണ്ടായിരുന്ന എല്ലാ വീടുകളിലും കേട്ടു. അത്രയും ഒച്ചത്തിലായിരുന്നു. ജനങ്ങളെല്ലാം അവരുടെ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആരാണ് ആ നിലവിളിക്കുന്നത് എന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ട ആ ഒരു സംഭവമായിരുന്നു പിന്നെ ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായ ഒരു സംഭവമായി രേഖപ്പെടുത്തിയത്. ഗ്വാട്ടിമാലയിലെ ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ അലിജാൻഡ്ര എന്ന പെൺകുട്ടി, 30 വയസ്സ്. അലിജാൻഡ്രയുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അവൾക്ക് 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവളുടെ മാതാപിതാക്കൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. പിന്നീട് സഹോദരങ്ങളും അവളും പൂർണ്ണമായും അനാഥരായി. ഇനി എങ്ങനെ ജീവിക്കും, എന്ത് ചെയ്യും എന്നറിയാത്ത വല്ലാത്ത ഭയത്തിലായിരുന്നു അവർ. അപ്പോൾ ആ കുടുംബത്തിലുണ്ടായിരുന്ന സഹോദരന്മാർ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുകയും അതിൽ നിന്നും ലഭിക്കുന്ന ആ പണം ഉപയോഗിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അലിജാൻഡ്രയ്ക്ക് ഇപ്പോൾ 14 വയസ്സ്. സഹോദരങ്ങളെല്ലാം അവളെ വിളിച്ചു പറഞ്ഞത്, ഇതുവരെയും നിന്നെ നന്നായി നോക്കി, ഇനിയും നോക്കാൻ പറ്റില്ല. നിനക്കിപ്പോൾ 14 വയസ്സായി, നീയും ജോലിക്ക് പോയി സമ്പാദിച്ച് ജീവിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞു. അലിജാൻഡ്രയും ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്കായി തിരഞ്ഞു. പക്ഷെ ആ പ്രായത്തിൽ അവൾക്ക് എവിടെയും ജോലി ലഭിച്ചില്ല. എന്ത് ജോലി ചെയ്യണമെന്നും അറിയില്ല. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ സഹോദരങ്ങളെല്ലാം ചേർന്ന് അലിജാൻഡ്രയെ വിവാഹം കഴിപ്പിച്ചയക്കുന്നു. വിവാഹം കഴിഞ്ഞ് അവളുടെ ജീവിതം മുന്നോട്ട് പോയി. തുടരെ 3 കുഞ്ഞുങ്ങൾ ജനിച്ചു. കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം അവളുടെ ജീവിതം വീണ്ടും ദുരിതപൂർണമായി. കാരണം ഭർത്താവിന് യാതൊരു ജോലിയും ഇല്ല, ജോലി ചെയ്യണം എന്ന താല്പര്യം പോലും ഇല്ല. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരു ജോലി നോക്കും, കുറച്ച് പണം ലഭിക്കും. ആ പണം വെച്ചാണ് ആ കുടുംബം മുന്നോട്ട് പോയത്. കൂടാതെ ദിവസവും അലിജാൻഡ്രയെ വഴക്ക് പറയും, മർദ്ദിക്കും. വീട്ടിലെപ്പോഴും പ്രശ്നങ്ങൾ മാത്രം. എല്ലാ ദിവസവും അവളെ ശാരീരികമായി മർദ്ദിക്കും. അവളെ മാത്രമല്ല, മക്കളെയും വീട്ടിൽ നിന്നും വലിച്ചു പുറത്തേക്ക് എറിയും. ഒരു ഘട്ടത്തിൽ അലിജാൻഡ്രയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഇതിനെക്കുറിച്ചെല്ലാം സഹോദരങ്ങളോട് പോയി പറഞ്ഞു. സ്വന്തം അനുജത്തിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞത്, ഇനി നീ അവനുമായി ജീവിക്കേണ്ട, നീ ഡിവോഴ്സ് വാങ്ങി ഒറ്റയ്ക്ക് ജീവിക്ക്, നീ തന്നെ എന്തെങ്കിലും ജോലി ചെയ്ത് നിന്റെ മക്കളെ നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ അലിജാൻഡ്ര ഭർത്താവിൽ നിന്നും വേർപിരിയുകയും തൊട്ടടുത്തുള്ള മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുകയും ചെയ്തു. ആ ഗ്രാമത്തിന് തൊട്ടടുത്ത് ഒരു നദിയുണ്ട്. ആ നദി കണ്ടപ്പോഴാണ് അലിജാൻഡ്രയ്ക്ക് ഒരു കാര്യം തോന്നിയത്. ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ അഴുക്ക് വസ്ത്രമെല്ലാം വാങ്ങാം, അത് അലക്കി കൊടുക്കാം, അതുവഴി നമുക്കൊരല്പം പണം കിട്ടും, അതുവഴി ജീവിക്കാം എന്നവൾ കരുതി. അത് തന്നെ ഒരു ജോലിയാക്കാം എന്നവൾ ചിന്തിച്ചു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള എല്ലാ വീടിൻ്റെയും കതക് തട്ടി, ഞാൻ വസ്ത്രം അലക്കി തരാം, എനിക്കൊരല്പം പണം നൽകിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗ്രാമത്തിലുള്ള ചിലർ അവരുടെ അഴുക്ക് വസ്ത്രം കൊടുക്കുകയും പണം കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് 2-3 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞുങ്ങളെ ഗ്രാമത്തിലെ എല്ലാ വീട്ടിലേക്കും പറഞ്ഞയക്കും, അലക്കാനുള്ള തുണി വാങ്ങിക്കൊണ്ട് വരാനായി. ഇങ്ങനെ അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതൊരു ചെറിയ ഗ്രാമമാണ്. 1000 പേർ പോലും ആ ഗ്രാമത്തിൽ കാണില്ല. പരസ്പരം എല്ലാവർക്കും നന്നായി അറിയാം. വളരെ ഒറ്റപ്പെട്ട ഒരു ഗ്രാമം. അതുപോലെ സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. മെഡിക്കൽ സൗകര്യമില്ല. സമയം കളയാൻ ടിവിയോ റേഡിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അവിടെയുള്ളവർ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പായി, ഒരു കൂട്ടമായി മരത്തിനടിയിലോ വീടിന് മുൻപിലോ വന്നിരുന്ന് സംസാരിക്കും. അതുമാത്രമാണ് അവർക്ക് സമയം പോകാനുള്ള ഏക പോംവഴി.
ഇല്ല എങ്കിൽ കൂട്ടമായി ചേർന്ന് എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും. അലിജാൻഡ്ര അവളുടെ ജോലിയെല്ലാം അവസാനിപ്പിച്ചിട്ട് ബാക്കിയുള്ള സമയം അവളുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. അവളുടെ പേര് അൽവേര. അവളുടെ വീട് ഇവിടെ നിന്നും ഒരു 10-15 വീട് മാറിയാണ്. അടുത്തായതുകൊണ്ട് തന്നെ അലിജാൻഡ്ര ജോലിയെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം സഹോദരിയുടെ വീട്ടിലേക്ക് പോയി അവളോട് ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ സഹോദരിയോട് സംസാരിക്കുമ്പോഴാണ് അലിജാൻഡ്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. സഹോദരിയുടെ ജീവിതം തന്നെക്കാൾ വളരെ മോശമാണ്. അവൾക്കും ഭർത്താവിനും ഇടയിൽ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. അവർക്ക് മൊത്തം 5 കുഞ്ഞുങ്ങളുണ്ട്. പോരാത്തതിന് അവൾ അപ്പോൾ ഗർഭിണിയായിരുന്നു. 6ാമത്തെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും ഭർത്താവിന്റെ ക്രൂരതകൾ അവൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അൽജീറയ്ക്ക് 30 വയസ്സായിരുന്നു. ഒരു ദിവസം സഹോദരിക്ക് സുഖമില്ലാതെ അവളെ പരിചരിക്കാനായി അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അൽജീറയോട് സഹോദരി പറഞ്ഞത്, എത്ര കാലം നീ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കും? നിനക്കും ആരെങ്കിലും വേണ്ടേ? നിന്റെ കുഞ്ഞുങ്ങളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ? നീ വീണ്ടും മറ്റൊരു വിവാഹം കഴിക്കണം. അവസാനം വരെയും ഒറ്റയ്ക്ക് ജീവിക്കാൻ നിനക്ക് സാധിക്കില്ല. നിന്നെ നന്നായി നോക്കാൻ കഴിവുള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട അൽജാൻഡ്രയ്ക്കും അവൾ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നി. അങ്ങനെ നല്ലൊരു വ്യക്തിയെ കണ്ട് വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലെത്തി. അപ്പോഴായിരുന്നു അൽജാൻഡ്ര മാരിയോ എന്നയാളെ പരിചയപ്പെടുന്നത്. അയാൾക്ക് 43 വയസ്സ്. മാരിയോയെ കണ്ടപ്പോൾ തന്നെ അൽജാൻഡ്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതേസമയം മാരിയോയും അൽജാൻഡ്രയോട് സംസാരിക്കുന്നു. രണ്ടുപേരും പരസ്പരം സംസാരിച്ചു. അവരവരുടെ കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്നു. പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്തു. അൽജാൻഡ്ര അവളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, പഴയ ഭർത്താവിനെ കുറിച്ചു, അവളുടെ ജീവിതം എത്രത്തോളം ദുഃഖപൂർണമായിരുന്നു, എല്ലാ കാര്യവും പറയുന്നു. അതേസമയം മാരിയോയും പറഞ്ഞു തനിക്കൊരു പഴയ ജീവിതമുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, വിവാഹമോചനം നേടി. അങ്ങനെ അയാളുടെ ജീവിത കഥയും പറഞ്ഞു. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമായപ്പോൾ ഈ ഒരു ബന്ധം തീർച്ചയായും തനിക്ക് ശരിയാകുമെന്ന് അൽജാൻഡ്ര വിശ്വസിച്ചു. പക്ഷെ അവൾക്ക് സത്യത്തിൽ മാരിയോയുടെ യഥാർത്ഥ മുഖം അറിയില്ലായിരുന്നു. അവൻ പറഞ്ഞത് മാത്രമാണ് അവൾ കേട്ടത്. യഥാർത്ഥത്തിൽ അവൻ ഇതിനു മുൻപ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ഇക്കാര്യങ്ങളൊന്നും അവൾ അന്വേഷിച്ചതുപോലുമില്ല. അത് അറിയാനും അവൾ ആഗ്രഹിച്ചില്ല. അവൻ്റെ പഴയ ജീവിതം, എന്തുകൊണ്ട് ഭാര്യ ഡിവോഴ്സ് വാങ്ങി, ഇക്കാര്യങ്ങളെല്ലാം അവൾ അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അവൾ ഇന്ന് ജീവനോടിരുന്നിരിക്കുമായിരുന്നു. മാരിയോയുടെ മുൻ ഭാര്യയുടെ പേര് ലിബിയ. അവളെയും മാരിയ എപ്പോഴും ടോർച്ചർ ചെയ്യുമായിരുന്നു. ദേഷ്യപ്പെടും, മർദ്ദിക്കും, കാരണമില്ലാതെ അടിക്കും. അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടായിരിക്കും. ആ കത്തി ഉപയോഗിച്ച് ശരീരത്തിൽ വെട്ടുകയും കുത്തുകയും എല്ലാം ചെയ്യും. നിന്നെ കുത്തി കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തും. ഇവർക്ക് മൊത്തം 6 കുഞ്ഞുങ്ങളുണ്ട്. ഭാര്യയെ മർദ്ദിക്കുന്നത് പോരാഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയും മർദ്ദിക്കും. ഒരു ദിവസം ഭാര്യ സഹിക്കാൻ വയ്യാഞ്ഞിട്ട് നിനക്ക് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അത്രമാത്രം. അങ്ങനെ പറഞ്ഞ് അവസാനിച്ചു. ഒരു ഘട്ടത്തിൽ ഈ ക്രൂരതകൾ സഹിക്കാതായപ്പോൾ ലിബിയ ഭർത്താവിൽ നിന്നും വിവാഹമോചനം നേടി. എന്നാൽ അതിനു മുൻപ് തന്നെ അവന്റെ പേരിൽ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. 3 മാസം അവൻ ജയിലിലായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല. പെട്ടെന്ന് ലിബിയ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് താൻ കൊടുത്ത കംപ്ലൈന്റ് ക്യാൻസൽ ചെയ്യുന്നു. 3 മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം അവൻ പുറത്തേക്ക് വരുന്നു. പിന്നീട് അവൻ പരിചയപ്പെട്ട പെൺകുട്ടിയായിരുന്നു അൽജാൻഡ്ര. അൽജാൻഡ്ര തന്റെ സഹോദരങ്ങളോട് മാരിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ സഹോദരങ്ങളും അവനെക്കുറിച്ച് ഒന്നും തന്നെ അന്വേഷിച്ചില്ല. സത്യത്തിൽ അവർക്ക് ഒരുപാട് സന്തോഷമായി. ആരാണ് അവൻ, ഇതിനു മുൻപ് അവൻ എന്ത് ചെയ്യുകയായിരുന്നു, ഒന്നും അന്വേഷിച്ചില്ല. തൻ്റെ സഹോദരിക്ക് നല്ലൊരു ജീവിതം, പുതിയ ജീവിതം ലഭിച്ചു എന്ന് കരുതി അവരെല്ലാവരും സന്തോഷിച്ചു. എല്ലാവരും ചേർന്ന് അവർക്ക് വിവാഹവും നടത്തി കൊടുത്തു. അങ്ങനെ അൽജാൻഡ്ര, മാരിയോ, മക്കൾ എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുന്നു. തുടക്കത്തിൽ ഈ ജീവിതം വളരെ നോർമലായി തന്നെ പോയിക്കൊണ്ടിരുന്നു. അപ്പോഴായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ വലിയൊരു പ്രശ്നം വരുന്നത്. മാരിയോ എപ്പോഴും അവൻ്റെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അവളെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കും. കത്തി മാത്രമല്ല, ഒരു കമ്പും അവൻ്റെ കയ്യിലുണ്ടായിരിക്കും. ആ വീടിനുള്ളിൽ വെച്ച് അൽജാൻഡ്ര എപ്പോഴും അടിക്കാൻ തുടങ്ങും. ഒരു ഘട്ടത്തിൽ വീടിനുള്ളിൽ നിന്നും വീടിന് പുറത്തേക്കും അത് തന്നെ സംഭവിക്കാൻ തുടങ്ങി. കാരണമേ ഇല്ലാതെ അവളെ മർദ്ദിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അൽജാൻഡ്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്. താൻ വീണ്ടും ഒരു രാക്ഷസന്റെ കയ്യിലാണ് അകപ്പെട്ടത് എന്ന്. അവളും മാരിയോ നോക്കി, നിനക്ക് എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ചോദിച്ചു. അതിനവൻ എപ്പോഴത്തെയും പോലെ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇങ്ങനെ വർഷങ്ങൾ പോകുന്നു. 2017 അൽജാൻഡ്രയ്ക്ക് ഇതൊരു ശീലമായി മാറി. ദിവസവും രാവിലെ എഴുന്നേൽക്കും, ഇവർക്കുള്ളിൽ പ്രശ്നമുണ്ടാകും. അവൾ തുണി അലക്കാനായി പോകും, തിരിച്ചു വീട്ടിലേക്ക് വരും, ഭക്ഷണം ഉണ്ടാക്കും, കഴിക്കും. ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ വീണ്ടും പ്രശ്നം വരും, കിടന്നുറങ്ങും, രാവിലെ എഴുന്നേൽക്കും, വീണ്ടും പ്രശ്നം വരും, ജോലിക്ക് പോകും. ഇത് തന്നെയായിരുന്നു അവളുടെ ജീവിതശൈലി. ഇതിനിടയിൽ രണ്ടുപേർക്കുമിടയിൽ യാതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിൽ മാരിയോയ്ക്ക് ഭാര്യയിലൊരു സംശയം തോന്നി. ഒരുപക്ഷെ ഇവൾക്ക് മറ്റാരെങ്കിലുമായും അവിഹിത ബന്ധം ഉണ്ടായിരിക്കുമോ എന്ന സംശയം ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി.
ആ സംശയം വരുമ്പോഴെല്ലാം അവളെ അടിക്കാൻ തുടങ്ങി. അവൾ അടിവാങ്ങുന്നതും നിലവിളിച്ച് കരയുന്ന ശബ്ദമെല്ലാം പരിസരവാസികൾക്കും മറ്റെല്ലാ വീടുകളിലുള്ളവർക്കും കേൾക്കാൻ സാധിക്കും. അവൾ ഇത്രയേറെ ടോർച്ചർ അനുഭവിക്കുന്നു എന്നുള്ളത് ഗ്രാമത്തിലെ എല്ലാവർക്കും അറിയാം. പക്ഷേ അതവളുടെ ജീവിതം, അവൾ നോക്കിക്കൊള്ളും എന്ന് കരുതി ആരും അത് ശ്രദ്ധിക്കാറേയില്ല. 2018 ഒക്ടോബർ മാസം 22 അവൾ അനുഭവിച്ച ക്രൂരതകൾ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ അലജാൻഡ്രയെ കൂടാതെ കുഞ്ഞുങ്ങളെയും അയാൾ മർദ്ദിക്കാൻ തുടങ്ങി. എങ്കിലും അലജാൻഡ്രയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തത് കൊണ്ട് അതെല്ലാം സഹിച്ചവൾ ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം മാരിയോ അലജാൻഡ്രയുടെ മകനെ വിളിച്ച് കടയിൽ ചെന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവനും മാരിയോയെ കണ്ട് ഭയന്ന് വളരെ വേഗത്തിൽ പച്ചക്കറി വാങ്ങാൻ പോയി. പക്ഷെ ആ കടയിൽ ഒരല്പം വൈകി. കുറച്ച് സമയം കഴിഞ്ഞാണ് തിരികെ വീട്ടിലേക്ക് വന്നത്. കണ്ട മാരിയോ ദേഷ്യപ്പെട്ട്, നീ എന്തിന് ഇത്രയും വൈകി വന്നു, എവിടെ പോയിരിക്കുകയായിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദ്യം ചെയ്ത് അവനെ അടിക്കാൻ തുടങ്ങി. അവൻ ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞത് കടയിലാണ് പോയത്, കടയിൽ ഒരല്പം ലേറ്റായി എന്ന്. പക്ഷെ ഇതൊന്നും മാരിയോ അംഗീകരിച്ചില്ല. ആ കുഞ്ഞിനെ വീണ്ടും അടിച്ച് ഒരു കയറുകൊണ്ട് തല കീഴായി കെട്ടിത്തൂക്കി. ആ വേദനയിൽ ആ കുഞ്ഞ് നിലവിളിച്ചു കരയാൻ തുടങ്ങി. ഏകദേശം ബോധം നഷ്ടപ്പെട്ട് ജീവൻ വരെ പോകും എന്ന അവസ്ഥയിലായപ്പോഴാണ് അവനെ താഴെ ഇറക്കിയത്. ഇപ്പോഴായിരുന്നു അലജാൻഡർ വീടിനുള്ളിലേക്ക് വന്നത്. മകൻ കരയുന്നത് കണ്ടതും മകന്റെ അടുത്തേക്ക് ചെന്നു. മാരിയോ തള്ളി മാറ്റി, നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതിന് മാരിയോ, എന്നോട് ചോദ്യം ചെയ്യണ്ട, നീ നിന്റെ മകനോട് തന്നെ ചോദിക്ക്. ഞാൻ പണം കൊടുത്തിട്ട് പച്ചക്കറി വാങ്ങാൻ ആവശ്യപ്പെട്ടു, അവൻ എവിടെ പോയെന്ന് അവനോട് തന്നെ ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അന്നത്തെ ദിവസം ഇക്കാര്യത്തെ പറഞ്ഞ് വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെ ഒക്ടോബർ മാസം 28 അന്നത്തെ ദിവസം രാത്രിയായിരുന്നു ഞാൻ ഈ കേസിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ആ മുഴുവൻ ഗ്രാമത്തിനും കേൾക്കുന്ന രീതിയിലുള്ള ഒരു നിലവിളി ശബ്ദം കേട്ടു. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അലജാൻഡ്രയുടെ വീട്ടിൽ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്ന് മനസ്സിലായി. അവൾ കരയുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ അതും വലിയ കാര്യമാക്കിയില്ല. കാരണം വർഷങ്ങളായി ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ നിലവിളിക്ക് പിന്നിൽ വലിയൊരു വേദന ഉണ്ടായിരുന്നുവെന്ന്. ഇനി ഒരിക്കലും ആ നിലവിളി ശബ്ദം അവർക്ക് കേൾക്കേണ്ടി വരില്ല എന്ന്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ആ കരച്ചിൽ ശബ്ദം നിലയ്ക്കാതായപ്പോൾ ആ ഗ്രാമത്തിലെ 1-2 പേർ അലജാൻഡ്രയുടെ വീടിന് മുൻപിലേക്ക് വരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ അലജാൻഡ്രയുടെ സഹോദരി വളരെ വേഗത്തിൽ ആ വീട്ടിലേക്ക് ഓടി വരികയാണ്. ഇങ്ങനെ എല്ലാവരും ആ വീടിന് മുൻപിൽ എത്തിയപ്പോൾ തന്നെ വീടിനുള്ളിൽ നിന്നും ആരോ ഒരാൾ പുറത്തേക്ക് വളരെ വേഗത്തിൽ ഓടി വരുന്നത് കണ്ടു. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ അവനെ പിടിക്കാനായി ശ്രമിക്കുന്നു. പക്ഷെ എല്ലാവരുടെയും കൈ തട്ടി മാറ്റി അവൻ തൊട്ടടുത്ത കാടിനുള്ളിലേക്ക് ഓടി. ആ ഗ്രാമത്തിലെ പല പ്രദേശങ്ങളും വളരെ ഇരുട്ടായിരിക്കും, കാട് നിറഞ്ഞ പ്രദേശമായിരിക്കും. അവിടങ്ങളിൽ ഒന്നും കാണാനും സാധിക്കില്ല. തുടർന്ന് എല്ലാവരും ആ വീടിന്റെ കതക് തുറന്ന് അകത്തേക്ക് പോയി. അകത്തേക്ക് ഒരല്പം വെളിച്ചം പോലുമില്ല, ഇരുട്ടായിരുന്നു. പക്ഷേ അവളുടെ നിലവിളിക്കുന്ന ശബ്ദം, കരച്ചിൽ ശബ്ദം മാത്രം കേട്ടുകൊണ്ടേയിരുന്നു. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ വീട്ടിൽ വന്നിട്ടും എന്തുകൊണ്ട് അവൾ കരയുന്നുവെന്ന് ജനങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നു. അപ്പോഴായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ടോർച്ച് ലൈറ്റ് എടുത്തുകൊണ്ട് വന്നത്. ആ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്ത് മുറിക്കുള്ളിലേക്ക് പല ഭാഗങ്ങളിലായി അടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നേരിയ വെളിച്ചത്തിൽ ആ മുറി കണ്ട എല്ലാവരും ഞെട്ടി. അവർ നിന്നുകൊണ്ടിരുന്നത് അലജാൻഡ്രയുടെ രക്തത്തിന് മുകളിലായിരുന്നു. ആ മുറി മുഴുവനും രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട്. വീണ്ടും അവർ എന്ത് സംഭവിച്ചു എന്നറിയാനായി പല സ്ഥലങ്ങളിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ആ വെട്ടത്തിൽ ഒരു കൈ മാത്രം കിടക്കുന്നത് കണ്ടു. മറ്റൊരു ഭാഗത്ത് ഒരു മൂലയ്ക്കായി അലജാൻഡ്ര കിടക്കുന്നതായിരുന്നു കണ്ടത്. അലജാൻഡ്രയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയുന്നതിന് മുൻപ് അന്നത്തെ ദിവസം 28 രാവിലെ എന്ത് സംഭവിച്ചു എന്നറിയണം. അന്നത്തെ ദിവസം അലജാൻഡ്ര എപ്പോഴത്തെയും പോലെ ജോലി ചെയ്യാൻ തുടങ്ങി. വീട്ടിലെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി, കുഞ്ഞുങ്ങളെ റെഡിയാക്കി എല്ലാവരും ചേർന്ന് ലോണ്ടറി ജോലിക്കായി പോയി. മാരിയോ ഈ സമയം അവർ പോലും അറിയാതെ അവരെ പിന്തുടർന്നു പോയി. അവർ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് വളരെ ദൂരെ നിന്ന് നോക്കി. 2 മണിക്കൂർ ഇങ്ങനെ പോയി. വസ്ത്രമെല്ലാം അലക്കി അവസാനിച്ച് അതെല്ലാം കെട്ടിവെച്ചിട്ട് അവിടെ നിന്നും പോയി. ആ അലക്കിയ വസ്ത്രമെല്ലാം കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് അത് ആ വീടുകളിൽ കൊണ്ടു നൽകാൻ ആവശ്യപ്പെട്ടു. കുഞ്ഞുങ്ങളും വസ്ത്രം എടുത്തുകൊണ്ട് പോകുന്നു. അലജാൻഡ്ര ചെയ്തത് ഒറ്റയ്ക്ക് അവിടെ നിന്നും ആ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്കുള്ള ഒരു മെയിൻ റോഡിലേക്ക് പോകുന്നു. ആരോ ഒരാളെ അവൾ കാത്തു നിൽക്കുകയാണ്. ഇവയെല്ലാം മാരിയോ വളരെ ദൂരത്തിൽ നിന്നും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊരു ട്രക്ക് വന്നു. ആ ട്രക്കിൽ അലജാൻഡ്ര കയറിയിരുന്നു. ഇത് മാരിയോയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവന്റെ സംശയം കൺഫേം ആയി. തന്റെ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ട്, ഇത് ഇന്ന് തന്നെ അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ചു. മാരിയോ അവന്റെ വീടിനുള്ളിൽ ചെന്നിരുന്നു, കാത്തിരുന്നു. രാത്രിയായി. അപ്പോഴായിരുന്നു അലജാൻഡ്ര വീടിനുള്ളിലേക്ക് വന്നത്. ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. മാരിയോ പതിയെ അലജാൻഡ്രയുടെ അടുത്ത് വന്ന് ശബ്ദമുയർത്താൻ തുടങ്ങി. ഇത്രയും സമയം നീ എവിടെയായിരുന്നു, എന്തുകൊണ്ട് ഇത്രയും വൈകി എന്ന് ചോദിച്ചു.
അലജാൻഡ്ര പറഞ്ഞത്, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ചേച്ചിയോട് തന്നെ ചോദിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ മാരിയോ വിശ്വസിച്ചില്ല. കാരണം അന്ന് ഭാര്യ ഒരു ട്രക്കിനുള്ളിൽ കയറുന്നത് അവൻ കണ്ണുകൾ കൊണ്ട് കണ്ടു. സത്യം പറ, നീ എവിടെ പോയെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. നീ ട്രക്കിൽ പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവെന്ന് മാരിയോ അവളോട് പറഞ്ഞു. ഇത് കേട്ട അലജാൻഡ്ര, ഇല്ല, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയത്, നീ മാറി കണ്ടതായിരിക്കും എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. മാറി മാറി വലിയ വാക്ക് തർക്കമുണ്ടായി. ഒരു ഘട്ടത്തിൽ മാരിയോ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. അലജാൻഡ്ര ഭക്ഷണമുണ്ടാക്കി മക്കൾക്കും കൊടുത്ത് അവളും കഴിച്ചിട്ട് ഉറങ്ങാൻ പോയി. സമയം 8:30 ആയിട്ടുണ്ടാകും. പുറത്തുപോയ മാരിയോ വീടിനുള്ളിലേക്ക് വരുന്നു. തിരികെ വന്നപ്പോൾ അവന്റെ കയ്യിൽ ഒരു വലിയ കത്തി ഉണ്ടായിരുന്നു. അവൻ കത്തി എടുക്കാനാണ് പുറത്തേക്ക് പോയത് തന്നെ. കത്തിയെടുത്ത് വീടിനുള്ളിലേക്ക് വന്നു. അലജാൻഡ്ര കിടന്നുറങ്ങുകയാണ്. ആ സമയം അവൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അവളുടെ അടുത്തേക്ക് ചെന്നു. വായിൽ കത്തിവെച്ച് അങ്ങനെ വെട്ടാൻ തുടങ്ങി. പെട്ടെന്ന് അലജാൻഡ്ര കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അവളെ കൊണ്ട് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ഏകദേശം ഒരു 30 മിനിറ്റിൽ കൂടുതൽ മാരിയോ അവളുടെ വായോടുകൂടി അവസാനിപ്പിച്ചില്ല. അവളുടെ വായ, മൂക്ക്, കണ്ണ്, കഴുത്ത് എല്ലാ സ്ഥലങ്ങളിലും ആ വലിയ കത്തിവെച്ച് കീറാൻ തുടങ്ങി. പറഞ്ഞു വന്നാൽ ആ തലയെ അവൻ 2-3 ഭാഗങ്ങളായി വിഭജിച്ചെടുത്തിരുന്നു. എന്നാൽ അപ്പോലും അവൾക്ക് ജീവനുണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ അവൾ ജീവന് വേണ്ടി പോരാടുകയായിരുന്നു, നിലവിളിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ അവൾക്ക് ഒരുപാട് രക്തം പുറത്തേക്ക് പോയി. എങ്കിലും തുടരെ വെട്ടിക്കൊണ്ടിരുന്നു. അലജാൻഡ്ര അതൊന്ന് പ്രതിരോധിക്കാനായി അവളുടെ കൈ പൊക്കി മാരിയോയുടെ കൈ തട്ടി മാറ്റാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൻ അലജാൻഡ്രയുടെ കൈ പിടിച്ച് ആ കൈത്തണ്ട വെട്ടിമാറ്റി. എന്നിട്ടും അവൻ അവസാനിപ്പിച്ചില്ല. അവളുടെ അടുത്ത കൈയും അവൻ പ്രത്യേകം വെട്ടിയെടുത്തു. ഇങ്ങനെ ആ വീടിനുള്ളിൽ വളരെ വളരെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളും വേദന സഹിക്കാനാകാതെ നിലവിളിച്ചു കൊണ്ടിരുന്നു. ഈ നിലവിളി ശബ്ദമായിരുന്നു ആ ഗ്രാമം മുഴുവനും പ്രതിഫലിച്ചത്. എന്താണെന്നറിയാനായി ഗ്രാമത്തിലെ ജനങ്ങളും അവളുടെ സഹോദരിയും ഓടിയെത്തി. താൻ പിടിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ മാരിയോ വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. ഗ്രാമത്തിലെ ജനങ്ങൾ അവനെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു. പിന്നീട് ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം വീടിനുള്ളിലേക്ക് വരുന്നു. ടോർച്ച് അടിച്ചു നോക്കുന്നു. കൈ വെട്ടി മാറ്റപ്പെട്ടത് കാണുന്നു. തല 3-4 കഷ്ണങ്ങളായിട്ടുണ്ട്. ആ സമയത്ത് പോലും അലജാൻഡ്രയ്ക്ക് ജീവനുണ്ടായിരുന്നു. വേദനയിൽ അവൾ കരയുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ യാതൊരു സൗകര്യമില്ല, വണ്ടിയില്ല. ആ ഗ്രാമത്തിൽ ആശുപത്രി പോലും ഇല്ല. ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ തന്നെ 74 കിലോമീറ്റർ മാറിയാണ് ഒരു ആശുപത്രി ഉള്ളത്. ഇത്രയും ക്രൂരമായ രീതിയിൽ വെട്ടേറ്റിട്ടുണ്ട്. തീർച്ചയായും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇപ്പോൾ ജീവനോടിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണെന്ന രീതിയിൽ ആ ഗ്രാമത്തിലെ ജനങ്ങൾ യാതൊരു സഹായവും ചെയ്യാതെ നോക്കിക്കൊണ്ടിരുന്നു. ആ സമയം എല്ലാവരും ചെയ്തത് അവരുടെ ഫോൺ എടുത്ത് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുക്കാൻ തുടങ്ങി. അവിടെയുള്ള ഒരാൾ പോലും അവളെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും നടത്തിയില്ല. 25 മിനിറ്റിൽ കൂടുതൽ എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. അലജാൻഡ്ര 1/2 മണിക്കൂറോളം വേദനയിൽ പോരാടി മരണവെപ്രാളത്തിൽ പിന്നീട് മരിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പോലീസ് ആ സ്ഥലത്തേക്ക് വരുന്നു. ഏകദേശം പോലീസ് സ്റ്റേഷൻ തന്നെ 60-65 കിലോമീറ്റർ മാറിയാണുള്ളത്. അകത്തേക്ക് പോയ പോലീസുകാർക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതിനു മുൻപ് ഇങ്ങനൊരു കാഴ്ച അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. പിന്നീട് ആ ശരീരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പറഞ്ഞു വന്നാൽ അവൻ അവളെ മൃഗീയമായി തന്നെ വെട്ടി. അവളുടെ നാക്ക് പോലും കട്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അവളുടെ ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നു. അവൾ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അവർ എടുത്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ പലരും ഇടുന്നു. പല പ്ലാറ്റ്ഫോമിൽ അത് വരുന്നു. അത്രത്തോളം അത് വൈറലാകാൻ തുടങ്ങി. ഇങ്ങനെ വൈറലായതും ഇതിന് പുറകിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. ആ വീഡിയോ കണ്ട എല്ലാവർക്കും വലിയ ദേഷ്യത്തിന് കാരണമായി. ഇത്രയും ക്രൂരനായ ഒരുത്തൻ, അവൻ എന്തുകൊണ്ട് ഇതുവരെയും അറസ്റ്റ് ചെയ്തില്ല എന്ന് പോലീസിന് വലിയ പ്രഷർ ഉണ്ടാകാൻ തുടങ്ങി. ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കാൻ തുടങ്ങി. പിന്നീട് പോലീസിന്റെ തീവ്രമായ അന്വേഷണത്തിൽ 4ാമത്തെ ദിവസം മാരിയോ അറസ്റ്റ് ചെയ്തു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ തുടക്കത്തിൽ അവൻ ഒന്നും തന്നെ സമ്മതിച്ചില്ല. പിന്നീട് പോലീസ് അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്തു. ഒരു ഘട്ടത്തിൽ ഞാൻ തന്നെയാണ് അവളെ കൊന്നത് എന്നവൻ സമ്മതിച്ചു. എന്തിനു ചെയ്തെന്ന് ചോദിച്ചപ്പോൾ, എന്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു. അവൾ ട്രക്കിൽ കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു, അതുകൊണ്ടാണ് കൊന്നതെന്നും പറഞ്ഞു. പിന്നീട് പോലീസ് അവനെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ അവന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു. മരിക്കുന്നത് വരെയും ജയിൽ തന്നെ ആയിരിക്കണം. അവന് പരോള് ഇല്ലാത്ത ജീവപര്യന്തമായിരുന്നു വിധിച്ചത്. ഈ ഒരു വീഡിയോ വൈറലായതോടുകൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അതെത്തി. ആ വീഡിയോ അത്രത്തോളം സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് കണ്ട പലരും ട്രോമയിലേക്ക് തന്നെ പോയി. അതുകൊണ്ട് പല രാജ്യങ്ങളും ആ വീഡിയോ നിരോധിച്ചു. പിന്നീട് എല്ലാവരും ഈ ഒരു കേസിനെ മിസ്സസ് പാക്മാൻ കേസ് എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം പാക്മാൻ എന്നത് ഒരു കാലത്ത് വളരെ ഫേമസ് ആയ ഗെയിമായിരുന്നു. ആ പാക്മാൻ ക്യാരക്ടർ കാണുമ്പോൾ തന്നെ അതിന്റെ മുഖം 2ആയി പിളർന്നത് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെയായിരുന്നു അലജാൻഡ്രയുടെ മുഖം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ
ഈ ഒരു കേസിനെയും പാക്മാൻ കേസ് എന്ന് വിളിക്കുന്നു. ഈ ഒരു കേസിനെ കുറിച്ച് അറിയുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ യാതൊരു ദയയോ കാരുണ്യമോ മനുഷ്യത്വമോ ഇല്ലാതെ കൊല്ലാൻ തോന്നുന്നത്? നമ്മുടെ വീടിനടുത്ത് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മളായിരിക്കും ഒരുപക്ഷെ ആദ്യം പോയി ചോദിക്കുക. നമുക്ക് ചോദിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളിത് പോലീസിനെങ്കിലും അറിയിക്കും. എന്നാൽ അലജാൻഡ്ര താമസിച്ചിരുന്ന ആ ഒരു ഗ്രാമം, തൊട്ടടുത്തുള്ളവർ എന്തിനു ജീവിക്കുന്നു എന്ന് പോലും അറിയില്ല. വർഷങ്ങളായി അവിടെ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ആരും ഒന്നും തന്നെ പറഞ്ഞില്ല, ഒന്നും തന്നെ ചോദിച്ചില്ല. പറഞ്ഞു വന്നാൽ ആ ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാർക്കും ഭാര്യമാരെ ടോർച്ചർ ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു വീട്ടിൽ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, മറ്റൊരു വീട്ടിലെ സ്ത്രീ ഇത്രയേറെ വേദന അനുഭവിക്കുമ്പോൾ അവർക്കത് വലിയ കാര്യമായേ തോന്നിയില്ല. അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ അത് മാറിയിരുന്നു. അവരുടെ ജീവിതമല്ലേ, അവർ നോക്കിക്കൊള്ളുമെന്ന് കരുതി എല്ലാവരും നിസാരമായി വിട്ടു. ഭാര്യയെ ടോർച്ചർ ചെയ്യുക, അടിക്കുക, ഇതെല്ലാം ആ ഗ്രാമത്തിലെ പുരുഷന്മാരുടെയൊക്കെ ഒരു സാധാരണ കാര്യമായിരുന്നു. സത്യം പറഞ്ഞാൽ യഥാർത്ഥ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഇവരെ ഒന്നും മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ പെടുത്താനേ സാധിക്കില്ല. ഇനി ഇവരെ മൃഗങ്ങൾ എന്ന് പോലും പറയാൻ സാധിക്കില്ല. മൃഗങ്ങൾ ഇത്ര ക്രൂരമായി സ്വന്തം ഇനത്തിൽപ്പെട്ടവർ തന്നെ കൊല്ലുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല, യാതൊരു കാരണവുമില്ലാതെ. ഇങ്ങനെയുള്ളവരെ ഏത് കാറ്റഗറിയിൽ പെടുത്തണമെന്ന് പോലും അറിയില്ല. ഇങ്ങനെയുള്ളവർക്ക് എന്തോ ഒരു രോഗമാണ്. ചികിത്സ തീർച്ചയായും അത്യാവശ്യമാണ്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ സ്ത്രീയോ പുരുഷനോ അനുഭവിച്ചോട്ടെ, ആർക്കായാലും അത് ഉടൻ തന്നെ കംപ്ലൈന്റ് ചെയ്യുക. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റിൽ പറയുക. കൂടാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന്റെ റിയൽ ഫുട്ടേജ് നമ്മുടെ വാട്സപ്പ് ചാനലിലും ടെലഗ്രാമിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ദയവ് ചെയ്ത് കാണുക. കണ്ടതിന് ശേഷം കാണണ്ടായിരുന്നു എന്ന തോന്നൽ ഒരിക്കലും വരാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്, ആവശ്യമുള്ളവർ മാത്രം ചിന്തിച്ചതിന് ശേഷം മാത്രം കാണുക. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള ക്രൈം ത്രില്ലർ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.